അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ബേസിക്കലി ആ ഒരു സ്റ്റോൺ ഏജിൻ്റെ സ്റ്റാർട്ടിങ്ങും പിന്നെ അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് കുറച്ച് രാജ്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ 9ാം തരത്തിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള സ്റ്റോൺ ഏജിനെ കുറിച്ചുള്ള ആ ഒരു ചാപ്റ്ററിലുള്ള കുറച്ച് രാജ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ബേസിക്കലി അപ്പോൾ ഇതൊരു നമ്മളൊരു ഗ്ലോബാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ പൊസിഷൻ എല്ലാവർക്കും അറിയാം, ശരിയല്ലേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇന്ത്യ, ഈ ഒരു റീജിയനാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാകിസ്ഥാൻ കാണാം. ഇപ്പോൾ ഇന്ത്യയുടെ തൊട്ട് വെസ്റ്റ് സൈഡിൽ, അതായത് ഇടത്ത് ഭാഗത്ത്, അതിനാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ തൊട്ട് ഇടത് ഭാഗത്തായിട്ടാണ് ഇറാനുള്ളത്. ഓക്കെ, ഇറാൻ നോക്കിയേ, നമ്മളൊരു ഒരു ഒരു സൈറ്റ് ഇറാനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൈറ്റ് പറയുന്നത് ഇറാഖിലാണ്. ഇറാഖ് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിലേക്ക് പോകുമ്പം ഇറാൻ കഴിഞ്ഞ് പിന്നെയാണ് ഇറാഖ് വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു സൈറ്റ് നമ്മൾ പറയുന്നത് ഈ പലസ്തീനിലാണ്. പലസ്തീൻ, ഇസ്രയേൽ പലസ്തീൻ വാറൊക്കെ നിങ്ങളിപ്പോൾ പേപ്പർ കാണുന്നില്ല. അപ്പോൾ ആ ഒരു പലസ്തീനിലുള്ള വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. വെസ്റ്റ് ബാങ്ക്, ഈ ജെറുസലം എന്ന് എഴുതിയാൽ അവിടെ കണ്ടോ വെസ്റ്റ് ബാങ്ക്. ആ ഒരു ഡോട്ടഡ് ആയിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പുള്ള ഒരു സ്ട്രക്ചർ ഇടത്തെ സൈഡിലുള്ള. അപ്പോൾ ആ വെസ്റ്റ് ബാങ്കിന് എഴുതിയ ആ ഒരു റീജിയനിലുള്ള ഡോട്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അതാണ് വെസ്റ്റ് ബാങ്ക്. അതിനെന്നിട്ടാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ ഒരു ബ്ലൂ കളറിലൊരു ഇതുണ്ടോ, അപ്പോൾ ഡെഡ് സീ ആ ഒരു ഏരിയ, അതുവഴി ഒരു ജോർദാൻ എന്ന് പറഞ്ഞൊരു റിവർ ഉണ്ട്, അതിൻ്റെ വെസ്റ്റ് സൈഡിലായതുകൊണ്ടാണ് അതിനെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വെസ്റ്റ് ബാങ്ക്. പിന്നെ അതിൻ്റെ അകത്ത് പറയുന്ന ആ ചാപ്റ്ററിൽ പറയുന്ന വേറെ ഒരു രാജ്യമാണ് സ്പെയിനും ഇംഗ്ലണ്ട് എന്നെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എവിടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ഇവിടെ ആണെങ്കിൽ നമ്മൾ വെസ്റ്റിലേക്ക് ഇങ്ങനെ പോകുമ്പം കുറച്ചുകൂടി ഇങ്ങനെ പോകുമ്പം ഓക്കെ, ഇവിടെ നോക്കിയേ സ്പെയിൻ കാണാം. സ്പെയിൻ കാണാം, നിങ്ങൾക്ക് ഫ്രാൻസ് കാണാം, പിന്നെ അവിടെ UK എന്നാണോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു രാജ്യമായിട്ട് അതിനകത്ത് പറയുന്ന ഒരു രാജ്യം UK. ഓക്കെ, ഇംഗ്ലണ്ട് ബ്രിട്ടൻ എന്നെല്ലാം പറയുന്നില്ല, ആ ഒരു ഏരിയ. പിന്നെ അതിനകത്ത് പറയുന്ന ഒരു രാജ്യം റഷ്യയാണ്. റഷ്യ എന്ന് വെച്ചാൽ ഈ ഒരു വലിയൊരു ഏരിയയാണ് റഷ്യ. ഓക്കെ, റഷ്യ എന്ന് ഇവിടെ എഴുതിയിട്ട് കാണാം. പിന്നെ കുറേ ഡോട്ട് കാണാം. ആ ഡോട്ടഡ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ റീജിയനും ഏതാണ്? റഷ്യയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ അതിനകത്ത് പറയുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ പറയുന്നുണ്ട്, പിന്നെ ശ്രീലങ്ക പറയുന്നുണ്ട്. ശ്രീലങ്ക അറിയാലോ, അതായത് നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് താഴെയായിട്ട് വരുന്നതാണ് എന്ത്? ശ്രീലങ്ക. ഓക്കെ, ഇത് ഈ ചെറിയൊരു രാജ്യമാണ് ശ്രീലങ്ക. അപ്പം ചിലർക്ക് ഇത് അറിയാമായിരിക്കും. ഓക്കെ, എന്നാലും കുറച്ച് പേർക്ക് അറിയാത്തുണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി നമുക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ കാണും ഒരു രാജ്യം. അതിൻ്റെ കൊടുത്ത മാപ്പ് ബ്ലാങ്ക് ആയിട്ടുള്ള മാപ്പാണ്. അപ്പോൾ അതിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല രാജ്യത്തിന്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് പേരുള്ള ഒരു മാപ്പ് വെച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇന്ത്യ ഉണ്ട്, ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനുണ്ട്, പിന്നെ ഇറാനുണ്ട്, പിന്നെ ഇറാൻ കഴിഞ്ഞ് പിന്നെ ഇറാഖുണ്ട്, ഇറാഖ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു ചെറിയ സ്പേസിലാണ് പലസ്തീൻ വരുന്നത്, ഇസ്രയേൽ പലസ്തീൻ. അപ്പോൾ ആ ഒരു അവിടെ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ഏരിയ. പിന്നെ കുറച്ചുകൂടി പോവുകയാണെങ്കിൽ നമ്മൾ ഫ്രാൻസ്, പിന്നെ സ്പെയിൻ ഉണ്ട്, പിന്നെ UK ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് റഷ്യ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും രാജ്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത് മെറ്റൽ ഏജിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നത് അടുത്ത ഹിസ്റ്റോറിക്കൽ പീരീഡാണ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.